അങ്ങനെ ഞാനും തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടായിരുന്നത് എൻ്റെ 1-2 വർഷം മുമ്പേ തുടങ്ങിയൊരാഗ്രഹമായിരുന്നു. പക്ഷെ പല പല കാരണങ്ങളും കൊണ്ട് അതിങ്ങനെ ഇച്ചിരി ഡിലേ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതായത് ഞാനിങ്ങനെ ഈ യൂട്യൂബ് ജേർണി അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഡിലേക്കുണ്ടായ കാരണങ്ങൾ ഞാനൊന്ന് പറയാവേ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചിലരെങ്കിലും കാണും നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഓപ്പണായിട്ട് ആൻഡ് ഓൾ ദിസ് റീസൺസ്, ഞാനീ പറയാൻ പോകുന്ന റീസൺസ് എല്ലാം ഒരു ജനറിക് ആയിട്ടുള്ള റീസണാണ്. കാരണം ഞാൻ വായിച്ചതിൽ നിന്നും അറിഞ്ഞതിൽ നിന്നും ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ആ ഭയത്തെ കണ്ടിരുന്നത്, അത് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഓവർകം ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പം ഞാനത് ചെറുതായിട്ടൊന്ന് പറയാം, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴത്തേക്കും ഐ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ വെരി ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അതെന്നെ കുറച്ച് അലട്ടിയിരുന്നേ. കാരണം ഞാനിപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആണെന്ന് എൻ്റെ അറ്റ്ലീസ്റ്റ് എന്നെ അറിയുന്നവരെങ്കിലും ഹൗ ദേ വിൽ ഇവാലുവേറ്റ് മീ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സോണ, അതെന്നെ ഒരു കൺസേൺ ചെയ്യുന്നൊരു വിഷയമായിരുന്നു. അപ്പം അവരെന്ത് വിചാരിക്കും, അങ്ങനെയൊരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ യൂട്യൂബ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലാർജസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഏകദേശം 249 മില്യൺ യൂസേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഒരു ഡേ 2500, ഒരു ഡേ അല്ല 1 hour 2500 ന്യൂ വീഡിയോസ്, 2500 പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2500 വീഡിയോസ് 1 മിനിറ്റ് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരെങ്കിലും കാണാനുള്ളൊരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. അതുമാതിരി തന്നെ ഞാൻ ഈ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ നടത്തിയപ്പോൾ ഈ കോണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല, അറ്റ്ലീസ്റ്റ് ചിലർക്കെങ്കിലും. കാരണം അതിന് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ക്യാമറ എടുത്ത് ധൈര്യമായിട്ട് നിന്നങ്ങനെ സംസാരിക്കാൻ ആദ്യമേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചിലർക്കത് നാച്ചുറലി വരും, പക്ഷെ അത് നാച്ചുറലി വരുന്നവരാണെങ്കിൽ അവർ പോകെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ആദ്യമേ അവർക്ക് കുറച്ച് ഫ്ലോസ് ഉണ്ടാവും, പിന്നെ അത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏത് കാര്യത്തെ പോലെ തന്നെ ഇതും ഈസിയർ ആകും. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആരും കണ്ടില്ലെങ്കിലോ എന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ എല്ലാം നെഗറ്റീവായിരിക്കും. നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് തോട്ട്സ് അതിനെ ഫോളോ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ഞാൻ എഫേർട്ടൊക്കെ ഇട്ട് ആരും അത് കണ്ടില്ലെങ്കിൽ പിന്നെ അതൊരു വിഷമാകും. പിന്നെ ഒത്തിരി കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരെല്ലാം ഒത്തിരി രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുതുതായിട്ട് എന്താ ആൾക്കാരോട് പറയാനുള്ളത്, അങ്ങനെയും ചിന്തിച്ചു. പിന്നെ മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എഴുതി വെച്ചിട്ട് ഇപ്പം കണ്ടില്ലേ, ഞാനിപ്പോൾ തന്നെ മറന്നുപോയി ഞാൻ എഴുതി വെച്ചിരുന്നു മൂന്നാമത്തെ പോയിൻ്റ് എന്തായിരുന്നെന്ന്. മൂന്നാമത്തെ പോയിൻ്റ് എന്തായിരുന്നെന്ന് വെച്ചാൽ പ്രൈവസി റീസൺസ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും നമ്മളതിൽ കുറച്ച് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ആക്റ്റീവ് ആവുമ്പോൾ ദർ ഈസ് ഒബ്വിയസ്ലി വി ആർ ഷെയറിങ് സം പാർട്ട് ഓഫ് അവർ പേഴ്സണൽ ലൈഫ്, റൈറ്റ്? അപ്പം നമ്മൾ നമ്മുടെ പേഴ്സണൽ പാർട്ട് ഓഫ് ലൈഫ് ഷെയർ ചെയ്യുമ്പോൾ വി ഷെയർ അവർ ലൈഫ് സ്റ്റോറീസ്, വി ഷെയർ എവറിത്തിങ് അബൌട്ട് അസ്. അപ്പം കുറച്ചെങ്കിലും പേർക്ക് ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ ചിന്തിക്കുന്നത്. അപ്പം ഒരു ഒരു പെർസ്പെക്റ്റീവ് ഓർ പേഴ്സണാലിറ്റി ക്ലാഷസ് ഉണ്ടാകും. ആ ക്ലാഷസിലാണ് നമ്മൾ ഈ നെഗറ്റീവ് ട്രോളിങ്, നെഗറ്റീവ് കമൻസ് ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പം എനിക്ക് അത്രയും ഭയങ്കര വിശാലമായൊരു മനസ്സില്ലാത്തത് കാരണം കൊണ്ട് നെഗറ്റീവ് കമൻസ് എന്നെ അഫക്റ്റ് ചെയ്യും എന്നെനിക്ക് തോന്നിയായിരുന്നു. ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ടേക്ക് ഇറ്റ്, പക്ഷെ എന്നാലും അതൊരു കൺസേൺ ആയിരുന്നു എനിക്ക്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ഞാനിങ്ങനെ കുറേയേറെ ഇങ്ങനെ ചിന്തിച്ചും നമ്മൾ തന്നെ നമ്മുടെ തലയിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡിബേറ്റ് ചെയ്യത്തില്ലേ, നല്ല വശങ്ങളും ചീത്ത വശങ്ങളും. അപ്പം ഇതെങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ
ഞാൻ ചിന്തിച്ചു, ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ചെറിയൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് റിയാലിറ്റി, ബട്ട് വാട്ട് ക്യാൻ ഐ ഡു ഡിഫറെൻ്റ് അബൌട്ട് ഇറ്റ്, യുനോ, അങ്ങനെ. അപ്പം ഞാൻ അങ്ങനെ ഇച്ചിരി പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഓക്കെ, ഇതുമായിട്ട് മുൻപോട്ട് പോകുന്നത് ഒരു നല്ല തീരുമാനമായിരിക്കും എന്ന് എന്നെ പ്രേരിപ്പിക്കാനായിട്ട് ഉണ്ടായ 3 കാര്യങ്ങളും കൂടെ ഞാൻ ഷെയർ ചെയ്യാവേ. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും അതൊരു ഇൻസ്പിറേഷൻ ആയാലോ എന്ന് ആലോചിച്ചിട്ടാണേ. അപ്പം ദ പ്രൈം റീസൺ, വെരി ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം തന്നെയാണ്. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ വേഗം കടന്നു പോവാണ്. ഇപ്പോൾ തന്നെ 2024 തുടങ്ങിയത് ഇന്നലെ എന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇനി ആകെ 3-4 മാസമേ ഉള്ളൂ 2024 എൻഡ് ചെയ്യാൻ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് എൻ്റെ 2024 ജാനുവരിയിൽ ഒരു ന്യൂ ഇയർ ഗോളായിരുന്നു, യുനോ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇനി ആകെ 4 മാസം കൂടിയേ ഉള്ളൂ ഇത് തീരാനായിട്ട്. അപ്പോൾ സോ ഐ തോട്ട് ഓക്കെ, അങ്ങനെയൊക്കെ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫാസ്റ്ററായിട്ടുള്ള ഡേയിൽ ചില മൊമെൻറ്റ്സ് ഒക്കെ എന്ത് സ്പെഷ്യലല്ലേ. ചില മൊമെൻറ്റ്സ്, ചില ഡേയ്സ് ഒക്കെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം ഇതെല്ലാം പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് വേഗം നടന്നങ്ങ് നീങ്ങുവാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇപ്പം ഞാൻ പുറകിലോട്ട് ആലോചിക്കുവാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഒത്തിരിയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ ഡേയ്സ്, സ്പെഷ്യൽ പ്ലേസസ്, സ്പെഷ്യൽ ഫീലിങ്സ്, ഇമോഷൻസ്, അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് പറയുന്നത്, ഇപ്പം ഞാനത് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഓർമ്മ വരത്തില്ല. അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വളരെ നേരെ ഒരു റീകളക്ഷൻ മാത്രമേ പോസിബിൾ ആകുന്നുള്ളൂ. അപ്പം എൻ്റെ ലൈഫ് ഇനിയും മുൻപോട്ടുണ്ടല്ലോ. അപ്പോൾ ആ എല്ലാ ഡേയ്സും ഒരുപോലെ ആയിരിക്കത്തില്ല. ചില ഡേയ്സ് സ്പെഷ്യലായിരിക്കും. അപ്പോൾ ആ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഇനി ക്യാപ്ചർ ചെയ്യാതെ വിടാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് ആയി, ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ വൈ ഡോണ്ട് വി മേക്ക് യൂസ് ഓഫ് ദം, റൈറ്റ്? അപ്പോൾ ഇപ്പം ഇന്നൊരു ഡേ എനിക്കാണെങ്കിൽ ആരെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നു, അല്ലെങ്കിൽ ഞാനൊരു സ്പെഷ്യൽ പേഴ്സണെ കണ്ടു. ഇപ്പോൾ ഞാനത് ഒരു യൂട്യൂബ് വീഡിയോ ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞോ, പിന്നെ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ആ ഡേ എന്തായിരുന്നു എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ പോയി നോക്കിയാൽ പോരെ. അപ്പം എൻ്റെ ആ മെമ്മറീസ് ഒരു ലൈക്ക് മൈൻഡഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യൽ സന്തോഷം. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഒരു എന്താണ് പറയുന്നത്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ടൈപ്പ് ഓഫ് ഇതാണ്, അപ്ഡേറ്റിംഗ് മൈസെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയെ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ എനിക്ക് ഇച്ചിരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇച്ചിരി പേടിയുള്ള ഒരാളായിരുന്നു. ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ്, ഫിയർ ഓഫ് ബീയിങ് ഓവർലുക്ക്ഡ്. അപ്പം ഞാൻ കരുതി ആ പേടിയിൽ പിടിച്ചു തൂങ്ങിയിരിക്കാനായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം നമുക്ക് കുറവായി പോകത്തില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് പറയുന്നത്, അങ്ങനെ ഒരു പേടി മാറ്റി വെച്ചിട്ട് let me overcome that fear and see what happen. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ ഇഷ്ടപ്പെടാത്ത ചിലരും ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഭയത്തിൻ്റെയോ അല്ലെങ്കിൽ റീസണിൻ്റെയോ പേരിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതാണോ നമ്മുടെ ഈ വലിയ ആഗ്രഹങ്ങളൊക്കെ? ആഗ്രഹങ്ങൾ വലുതാണെങ്കിലും കുഞ്ഞിതാണെങ്കിലും അത് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലേക്കൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യൽ ഫീലിംഗ്. പിന്നെ ചില ആഗ്രഹങ്ങൾ ഈ ഉടനെ നമുക്ക് ചിലപ്പോൾ സന്തോഷം തന്നെന്ന് വരത്തില്ല. ദർ ഈസ് എ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, റൈറ്റ്? അപ്പോൾ അതെന്ന് പറയുന്നതാണെങ്കിലും വി മേക്ക് ആൻ എഫേർട്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദാറ്റ്സ് ഓൾ ഇറ്റ് മാറ്റേഴ്സ്. നമ്മളാണ് നമ്മുടെ ലൈഫ് എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊരു ചിന്തയുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അറ്റ് പ്രസൻറ്റ് കാനഡയിലാട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കൺട്രിയിൽ വന്നിട്ട് ഏകദേശം 10 വർഷം ആകുന്നു. അപ്പം ഈ 10 വർഷത്തിൽ നമുക്ക് നമ്മുടേതായ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ട്. അത് എൻ്റെ ലൈഫ് ഭയങ്കര ഗ്രേറ്റ് ആണെന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ ഓവർകം ചെയ്ത ചില ചലഞ്ചസ് കാണും, നമ്മുടെ ലൈഫിൽ മേക്ക് ചെയ്ത ചില മിസ്റ്റേക്സ് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും അതൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ ആയിരിക്കത്തില്ലേ, ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ. ഇറ്റ്സ് ഗുഡ് ടു നോ, റൈറ്റ്? കാരണം
നമ്മൾ വേറൊരാളുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ വി വിൽ നോ ലൈക്ക് യു നോ എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം. ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് വേണോ, അപ്പം നമ്മുടെ ലൈഫ് നമുക്ക് കൂടുതലും കുറച്ചുകൂടി നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു യൂട്യൂബ് അഡിക്റ്റാണ് കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യം എനിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, ജോലികൾ, നമ്മുടെ ഇപ്പോൾ ലോണ്ട്രി ചെയ്യുന്നതാണെങ്കിലും കുക്ക് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ബോറിങ് പരിപാടികൾ ചെയ്യുമ്പോൾ എനിക്കൊരു യൂട്യൂബ് വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് കേട്ടോ. ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് വരത്തില്ലേ കാരണം യൂട്യൂബ് ഈസ് ഓൾ അബൌട്ട് റിയൽ പീപ്പിൾ, ദ റിയൽ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് കണക്ഷൻ. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല, പക്ഷെ അവരെയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അവരെ സ്ഥിരം കാണും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വീട്ടുകാരെ വിളിക്കുന്ന പോലാണ് ഞാൻ ഓടിച്ചെന്ന് അവരുടെ വീഡിയോ കാണുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇപ്പം ആരുടെയെങ്കിലും ലോൺലിനെസ്സിൽ ഒരു പാട്ടാകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് കുറച്ച് നേരത്തെ സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റീസൺ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള ആശയമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് തീരുമാനിക്കാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ റീസൺസ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്നതിന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നന്ദി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പിന്നെ വേറൊരു കാര്യം, ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എന്തൊക്കെയായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നതെന്നല്ലേ. അപ്പോൾ ഉദ്ദേശിച്ച പോലെ തന്നെ ലൈഫ് അപ്ഡേറ്റ്സ്, ഞാൻ എന്താണ് പറയുന്നത്, എൻ്റെ സ്പെഷ്യൽ ഡേയ്സ്, എൻ്റെ സ്പെഷ്യൽ മെമ്മറീസ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും സംസാരിക്കണം, അത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും യൂസ് ആകും എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങളിലുള്ള എൻ്റെ പെർസ്പെക്റ്റീവ്, പേഴ്സണൽ ഒപ്പീനിയൻ, അതൊരു ലൈക്ക് മൈൻഡഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു ലൈക്ക് മൈൻഡഡ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ചാനലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഐ വോണ്ട് യു ടു ഡു സംതിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുള്ളൊരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും ഭയം കൊണ്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ഭയത്തെ ഒന്നങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ഭയമോ ലൈക്കിനോ ഞാൻ എന്താ പറയുക, ആ ഭയം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മുൻപോട്ട് എടുക്കുക. എന്നിട്ട് സീ ഹൗ ഇറ്റ് മേക്സ് യു ഫീൽ. ഐ എം ഷുവർ ഇറ്റ് വിൽ മേക്ക് യു ഫീൽ മോർ അലൈവ്. യുനോ അത് ആ ഫീലിംഗ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂട്ടോ. കാരണം എനിക്കങ്ങനെ കമൻറ്റ് വായിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, സോ പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും എന്താണെന്ന് പറയണം കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടുഗെദർ. അപ്പോൾ നമ്മുടെ ജേർണി നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.